ഇവിടെ ഒരാൾ കാഴ്ചയില്ലാത്ത, സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്ത ഒരു പെൺകുട്ടിയെ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നതിനായി വരുന്നു. പക്ഷെ അവിടെയുള്ളവർ ഏതെങ്കിലും ഒരു കുറവുള്ള കുട്ടിയാണെങ്കിൽ മാത്രമേ ഇവിടെ കെയർ ചെയ്യുകയുള്ളൂ, ഇങ്ങനെയുള്ളവർക്ക് വേറൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സും കൊടുക്കുന്നു. അയാൾ അവളെ അവിടെ കൊണ്ടാക്കാൻ പോകുന്നു. പക്ഷെ പോകുന്ന വഴി അവൾക്ക് ഭയങ്കരമായി ദാഹിക്കുന്നു. പക്ഷെ വഴിയിലെങ്ങും ഒരു കട പോലുമില്ല. അപ്പോഴാണ് അയാൾ അവിടെയുള്ള ഒരു തണ്ണിമത്തൻ തോട്ടം കാണുന്നത്. ഉടനെ അയാൾ ആ തോട്ടത്തിലേക്ക് പതുങ്ങി കയറി ആരും കാണാതെ ഒരു തണ്ണിമത്തൻ എടുത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് ആ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നു. പക്ഷെ അയാൾ ആ തോട്ടത്തിലുണ്ടായിരുന്ന CCTV കണ്ടിരുന്നില്ല. ആ വീഡിയോ വെച്ച് തോട്ടത്തിന്റെ ഉടമ അയാളെ കണ്ടുപിടിക്കുന്നു. ആക്ച്വലി അവന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ലേഡി മരിക്കുന്നു. അതിനുശേഷമാണ് അവൾക്ക് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അയാൾ അറിയുന്നത്. അവളെ സേഫായ എവിടെയെങ്കിലും ആക്കുന്നതിനായാണ് വന്നത്. ആദ്യം ഇവൾ അയാളെ പേടിച്ചിരുന്നെങ്കിലും പോകെ പോകെ അയാളുമായി അടുക്കുന്നു. അയാൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അവളുടെ കൈക്കകത്ത് ഓരോ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ചു കൊടുക്കുന്നു. അവളോട് എത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും അയാൾക്ക് അവളെ വളർത്താനുള്ള അവകാശമില്ല. അതുകൊണ്ട് അവളെ സേഫായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കൊണ്ടാക്കുന്നു. അത് മനസ്സിലാവാത്ത ഇവൾ അടുത്ത് തൊട്ടു നോക്കുമ്പോൾ അയാളെ കാണാത്തത് കൊണ്ട് ഭയങ്കരമായി കരയുന്നു. അവൾ കരയുന്നത് താങ്ങാൻ കഴിയാതെ തിരികെ വന്ന് അവളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ കയ്യിൽ എന്തോ എഴുതുന്നു. അത് കണ്ട് അയാൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. കാരണം അവൾ അയാളുടെ കയ്യിൽ അച്ഛൻ എന്നാണ് എഴുതിയത്.